ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വചന വിചിന്തനം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനമാണ്. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുന്നതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു രോദനമാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അതിനുത്തരം കിട്ടുന്നില്ല. പലരും പ്രാർത്ഥന മടുത്തു എന്ന് പറയുന്നവരാണ്. പ്രത്യേകിച്ച് കൊറോണയുടെ കാലഘട്ടമൊക്കെ ഏതാണ്ടൊക്കെ ശമിച്ച് ഏതാണ്ടൊക്കെ അങ്ങ് കഴിഞ്ഞിങ്ങനെ വരുന്ന ഈ സമയത്തും പ്രാർത്ഥനയിൽ വന്ന മന്ദീഭവിക്കൽ ഇതുവരെയും അതിനെ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കാരണം പ്രാർത്ഥന ഒരു വിരസമായിട്ടൊക്കെ അനുഭവപ്പെടുന്ന ഒരു നാളുകൾ. പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രാർത്ഥന? എന്താണ് നമ്മുടെ ദൗത്യം? നമ്മുടെ വിളി എന്താണ്? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ സാധിക്കുമോ? അതാണ് നമ്മുടെ ചിന്ത. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് തിരിച്ച് ചിന്തിക്കേണ്ടത് ഇതാണ്: ദൈവത്തിന് എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കഴിയുമോ? കാരണം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു പിതാവ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം തൻ്റെ സാമീപ്യമാക്കി കൊടുക്കുന്ന നല്ല സ്നേഹമുള്ള പിതാവ്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവരാഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പ് അവരുടെ ഹൃദയം അറിഞ്ഞു നൽകുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് ചിന്തിക്കാനായിട്ട് തോന്നുന്നത്? ചില നമ്മുടെ കടമകൾ നിർവഹിക്കാത്തത് കൊണ്ടാണ്. നാം നമ്മുടെ ദൗത്യം എന്താണെന്ന് ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിചിന്തനം എൻ്റെ ദൗത്യം എന്താണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം അന്ധനായ ഒരു വ്യക്തിക്ക് ഈശോ കാഴ്ച കൊടുക്കുന്നതാണ്. എന്നിട്ട് അന്ധൻ കാഴ്ച പ്രാപിച്ചപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ഇവനെങ്ങനെ കാഴ്ച കിട്ടി? അന്ധൻ പറഞ്ഞു, എനിക്ക് ഈശോ കാഴ്ച തന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ അന്ധനായ യാചകൻ അന്ധൻ പറഞ്ഞ കാര്യമാണ്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയല്ലെന്ന് നമുക്കറിയാം. പക്ഷേ എൻ്റെ കണ്ണിന് കാഴ്ച തരാനായിട്ട് സാധിച്ചെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ച തന്നവൻ ദൈവമാണ്. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ് എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം? ഒന്ന് പറയുന്നു, ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുക. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കണം. രണ്ടാമത്, അവിടുത്തെ ഇഷ്ടം നിറവേറ്റണം. നാം ആരാധനാ സമൂഹമാണ്. വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് ആരാധനാ സമൂഹമാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഒരു വിടുതലിൻ്റെ ആ സമയത്ത് മോശ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഫറവോയോട് ചെന്ന് പറയുക, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരിക. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 22-23 തിരുവചനം. നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. അടിമത്തത്തിൻ്റെ ചങ്ങല മുറുകിക്കിടക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് തൻ്റെ ജനത്തെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം അവിടുന്ന് പറയുകയാണ്, നീ ഫറവോയോട് പറയണം, എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്തിനു വേണ്ടി? ഇഷ്ടാനുസരണം പോകാൻ വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മെ വിട്ടയക്കാനായിട്ട് പറയുന്നത്? അടിമത്തത്തിൻ്റെ ചങ്ങല ഊരിക്കളഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. നാം ആരാധനാ സമൂഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ദൈവ ആരാധനയാണ്.
ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ മാത്രം ദൈവമേ എന്ന് വിളിക്കേണ്ടവരല്ല ഞാനും നിങ്ങളും. നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കടമയും കർത്തവ്യവും എന്ന് പറയുന്നത് ദൈവ ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുക. ആ സമയത്ത് സംഭവിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഒന്ന് നാം കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് കൈവിലങ്ങുകൾ കൊണ്ട് 2 കൈവിലങ്ങുകൾ വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് തടവറയിൽ കിടക്കുന്ന പൗലോസും സീലാസും ആ തടവറയുടെ അനുഭവത്തിൽ തന്നെ ദൈവത്തെ ആരാധിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ വലിയ വിടുതലുണ്ടാകുന്നു. ചങ്ങലകൾ പൊട്ടുന്നു, കൈവിലങ്ങുകൾ അഴിഞ്ഞു വീഴുന്നു. അപ്പോൾ ആരാധിക്കുന്നിടത്ത് ഒരു ബന്ധനം അഴിയലുണ്ട്, ഒരു ചങ്ങലകൾ പൊട്ടുന്ന അനുഭവമുണ്ട്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തും കൃപയും നമുക്ക് ലഭിക്കുന്നത് ആരാധനാ സമയങ്ങളിലാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് ആരാധിക്കാം എന്നല്ല, മറിച്ച് ഞാനും നിങ്ങളും ആരാധിക്കാൻ വിളിക്കപ്പെട്ട സമൂഹമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവ ആരാധന തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം നമുക്കറിയാം, കൊറോണയുടെയൊക്കെ ഒരു കാലഘട്ടം ഒരു പാതി വഴിയിലൊക്കെ എത്തി നിൽക്കുന്നത് നമ്മൾ വിചാരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് അങ്ങ് വിചാരിക്കാം. ഈ സമയത്ത് ദേവാലയങ്ങളിലേക്ക് തിരിച്ചു നടക്കാൻ ഇനിയും മടിക്കുന്ന നമ്മുടെ ജീവിതത്തെ വചനത്തിൻ്റെ മുമ്പിലൊന്ന് കൊണ്ടുവന്ന് ഒരു വിചിന്തനത്തിന് വിഷയീഭവിപ്പിക്കണം. ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ഞാൻ എൻ്റെ ദൗത്യം എത്രമാത്രം വിശ്വസ്തയോടെ നിർവഹിക്കുന്നുണ്ട്? ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു നടക്കണം. പ്രിയപ്പെട്ടവരെ, എവിടെ ഇരുന്നാലും എന്താ കാര്യം, വീട്ടിലിരുന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിലേക്ക് എത്താത്തിടത്തോളം കാലം നാം വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്താണ് കാര്യമുള്ളത്? നമ്മെ ദേവാലയങ്ങളിൽ കാത്തിരിക്കുന്ന നല്ല ദൈവം അവിടെ ഇരിപ്പുണ്ട്, നമ്മെ കാത്ത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്, ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഈശോ ഈ ശിഷ്യന്മാരെ ഈ രണ്ടുപേരെയായിട്ട് അയച്ചപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ ചെല്ലുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കണം. എൻ്റെ സമാധാനം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം അവർക്ക് കിട്ടും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. അതായത് ദൈവ സാന്നിധ്യം ഉള്ള കുടുംബങ്ങളും ഇല്ലാത്ത കുടുംബവും ഉണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. സമാധാനം എന്ന് പറയുന്നത് സമാധാന രാജാവാണ് ക്രിസ്തു. ഈശോ ഉള്ളിടത്ത് സമാധാനമുണ്ട്. സമാധാനം ഇല്ലെങ്കിൽ അവിടെ ഈശോയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം എന്നേ അർത്ഥമുള്ളൂ. ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയണില്ല, അത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതുണ്ടോ എന്ന് ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം എൻ്റെ കുടുംബത്തിലുണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ദൈവ സാന്നിധ്യം ദൈവം തന്നെയായ ദൈവത്തിൻ്റെ ആലയത്തിൽ അവിടേക്ക് പോകാൻ എനിക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന്, ഞാൻ ഓടിയെത്തേണ്ടത് എൻ്റെ ദേവാലയത്തിലാണ്. അവിടെ എൻ്റെ കടമ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എണ്ണിപ്പറക്കി പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് ഈശോ പറയുന്നുണ്ട്. കാരണം നിനക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുവാൻ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരുമെന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം വേണ്ടത് ദൈവത്തെ ആരാധിക്കുക. മറ്റൊന്ന്, വചനം പറയുന്നത് ദൈവത്തെ ആരാധിക്കും, അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. രണ്ടാമത്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്നുള്ളതല്ല, മറിച്ച് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ്, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ദൗത്യം എന്താണ്, എൻ്റെ റോൾ എന്താണ്, അതിനെക്കുറിച്ചൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് പറയാൻ കഴിയുന്നത്, ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ അവിടുന്ന് അരുളി ചെയ്തു, ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഈ വചനം ഈശോയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ട് ഗെത്സമനയിലെ പീഡാസഹനത്തിൻ്റെ വേളയിൽ ഈശോയ്ക്ക് പറയാൻ കഴിഞ്ഞു, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോൾ, ദൈവ ഇഷ്ടം എൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുകയാക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, സമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം മേടിക്കാനായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഈശോയോട് ഭക്ഷണം കഴിക്കാനായിട്ട് ഈശോയെ വിളിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, എന്നെ അയച്ച എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് എൻ്റെ ഭക്ഷണമാണെന്ന് ഈശോ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇത് നമുക്കൊക്കെ ബാധകമായൊരു കാര്യമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ കടന്നു വന്നത് നമ്മുടെ ആരുടെ ഇഷ്ടം കൊണ്ടല്ല. നാം എവിടെ ജനിക്കണമെന്നോ ആരിൽ നിന്ന് ജനിക്കണമെന്നോ നാം എന്ത് ചെയ്യണം, ഇതൊന്നും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല. നമ്മെ ദൈവം ഇങ്ങോട്ട് പറഞ്ഞയച്ചു, നാം ഇങ്ങോട്ട് വന്നു, നമുക്കൊരു ദൗത്യം ഏൽപ്പിച്ചു, നാം ആ ദൗത്യം നിർവഹിക്കുന്നു. ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ഇടയിൽ കൂടെ കൂടെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈശോയെ, ഇത് നിൻ്റെ ഇഷ്ടമാണോ? ഇത് നിൻ്റെ ഇഷ്ടമാണോ? ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ പോകുന്നത്, ഞാൻ ഈ കാണുന്നത്, ഞാൻ ഈ കേൾക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണുകളും എൻ്റെ കാതുകളും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നെ നയിക്കുന്നത് ഏത് വഴിയാണോ? അത് നിനക്ക് ഇഷ്ടമുള്ളതാണോ? അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തിരുത്താനായിട്ട് ഒരു മനസ്സുകൂടെ നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം ആരായുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നമ്മുടെ ഇഷ്ടങ്ങൾക്ക് താല്പര്യം മുൻതൂക്കം കൊടുത്ത് ജീവിതത്തെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുതപിക്കാനും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ നിലവിളികൾക്ക് ഉത്തരമുണ്ട്. അവൻ്റെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ഒരു ദൈവം അവൻ്റെ കൂടെയുണ്ട്. അവൻ്റെ കണ്ണുകൾ ഈറനണിയാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ വയറ് വിശക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ ജോലികളിൽ കർത്താവ് വിലക്ക് ഏർപ്പെടുത്തുകയില്ല. അവൻ്റെ കൃഷിയിടങ്ങളിൽ ദൈവം ഫലസമൃദ്ധി തരാതിരിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഒരുപാട് വാചിക പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ടതെന്ന് നാം ചിന്തിച്ചു പോകരുത്. വാചിക പ്രാർത്ഥനകൾക്കൊക്കെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരമുണ്ട്. നമ്മുടെ വിളിയും അതുതന്നെയാണ്. പക്ഷേ എവിടെയാണ് പ്രശ്നം? ഈശോ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചതും ഈശോ ആവർത്തിച്ചതുമായൊരു കാര്യമുണ്ട്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അധരം കൊണ്ട് ഇവരെന്നെ ആരാധിക്കുന്നു, പക്ഷെ ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും വിദൂരത്താണ്. പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ആരാധിക്കാൻ നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം എവിടെയാണ്? ഈശോ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, നിൻ്റെ ഹൃദയം എവിടെയാണ്? കുഞ്ഞെ, നീ അനേക കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്. മർത്തയോടും മറിയത്തോടും ഈശോ പറഞ്ഞില്ലേ, മറിയം ഈശോയുടെ പാദത്തിങ്കിലിരുന്ന് അവിടുത്തെ വചനം കേട്ടു. മർത്ത പലവിധ കാര്യങ്ങളിൽ ഓടി നടന്നു. മർത്തയോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലയാണ്. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രവർത്തനം വേണ്ട, പ്രാർത്ഥന മാത്രം മതി, കാൽപാദങ്ങൾ ഇരിപ്പ് മാത്രം മതി എന്നൊരർത്ഥം ഉണ്ടായിരിക്കുമോ? ആ ഒരു അർത്ഥത്തെക്കാളൊക്കെ അപ്പുറത്ത് മർത്തായിക്ക് സംഭവിച്ചത് എന്തായിരിക്കാം? മർത്ത ജോലി ചെയ്തു എന്നോ ഈശോയ്ക്ക് ഭക്ഷണം ഒരുക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാകണമെന്ന് നിർബന്ധമില്ല. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈശോ അവിടെ തൻ്റെ വീട്ടിൽ വന്നിരുന്നപ്പോൾ ഒരു നല്ല ഭക്ഷണം കൊടുക്കാൻ, ഈശോയ്ക്ക് വിശക്കുന്നെന്നും നല്ല ഭക്ഷണം ഒരുക്കണമെന്നും ഒക്കെ അതിഥി സൽക്കാരം, അത് നല്ല കാര്യമാണല്ലോ. അതിനു വേണ്ടിയിട്ട് മർത്ത അടുക്കളയിലേക്ക് പോയി. അതും പ്രശ്നമല്ല. പക്ഷേ എവിടെയാണ് പ്രശ്നം വന്നത്? മർത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ ഹൃദയം തൻ്റെ സഹോദരിക്കെതിരെ പിറുപിറുത്തുകൊണ്ടിരുന്നു, ഗുരുവിനെതിരെ പിറുപിറുത്തുകൊണ്ടിരുന്നു. എന്താണ് സഹോദരിക്കെതിരെ പിറുപിറുത്തത്? ഞാൻ ജോലി ചെയ്യുന്നു, അവൾക്കൊന്ന് എഴുന്നേറ്റ് വന്ന് എന്നെ ഇന്ന് സഹായിച്ചുകൂടെ, എൻ്റെ കഷ്ടപ്പാടിൽ എന്നെ ഇന്ന് സഹായിച്ചുകൂടെ? അപ്പോൾ സഹോദരിക്കെതിരെ അവൾ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഇനി രണ്ടാമത് ഗുരുവിനെതിരെ അവൾ പിറുപിറുക്കാൻ തുടങ്ങി. എന്താണ്? ഞാൻ തന്നെ ജോലി ചെയ്യുന്നത് ഗുരു കാണുന്നില്ലേ, ഗുരുവിന് അവളെയും കൂടി ഒന്ന് പറഞ്ഞു വിട്ടുകൂടെ?
എന്നാൽ എന്നെ ഒന്ന് സഹായിച്ചാൽ, ഒരു കൈത്താങ്ങിന് ഒന്ന് സഹായത്തിനെത്തിയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അവിടെ വന്നിരിക്കാമല്ലോ എന്നൊക്കെ അവൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ജോലി ചെയ്യുമ്പോഴും അവളുടെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. പലരെക്കുറിച്ചും അവൾ ഉത്കണ്ഠാകുലയായിരുന്നു, പലതിനെക്കുറിച്ചും അവൾ ഉത്കണ്ഠാകുലയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈശോ തിരുത്തലുകൾ കൊടുത്തത്. മർത്ത, ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. നീ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസ്തയോടെ, അവിടെ അതൊരു ആരാധനയായി, അതൊരു ദൈവഹിത നിറവേറ്റലായി നീ രൂപപ്പെടുത്തിയാൽ അതിനൊരു നന്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴും, പ്രാർത്ഥിക്കാൻ നമ്മുടെ കുടുംബത്തിൽ മുട്ടുകുത്തുമ്പോഴും, അല്ലെങ്കിൽ കൈകൂപ്പുമ്പോഴുമൊക്കെ നമ്മുടെ ഹൃദയം എവിടെയാണ്? ഈശോ ഈ ചോദ്യം നമ്മോടും ചോദിക്കുന്നുണ്ടാകാം. മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും വ്യഗ്രത ചിത്തയാണ്. നീ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാം, ആരാധിക്കുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ടാകാം. പക്ഷേ നിൻ്റെ ഹൃദയം എവിടെയാണ്? ഏകാഗ്രമായൊരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ? ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയം, മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കരങ്ങൾ കൂപ്പി വിനീത ഭാവത്തോടെ, ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം അങ്ങേ ആരാധിക്കുകയാണല്ലോ, ഈ ജീവിതം മുഴുവനും ഒരാരാധനയായി ഞാൻ നിനക്ക് തരികയാണ്. ആരാധനയുടെ ഒരു ജീവിതം നമ്മുടെ ശരീരം കൊണ്ട്, ശരീരത്തിൻ്റെ ഭാവം പോലും ഒരു ആരാധനയുടെ ഭാവമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ആരാധന സമൂഹമായി ഞാനും നിങ്ങളുമൊക്കെ വളരുമ്പോൾ, രൂപപ്പെടുമ്പോൾ സമൂഹങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ശാന്തതയോടെ ജീവിതത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ഒരുപാട് വാചിക പ്രാർത്ഥനകളൊന്നും ഉരുവിടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ആവശ്യം എന്താണെന്നറിയുന്ന സ്വർഗസ്ഥനായ പിതാവ്, തന്നെ ആരാധിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് മനസ്സ് കാണിക്കുന്ന തൻ്റെ ഭക്തജനത്തിന് അനുഗ്രഹങ്ങൾ കൊടുക്കുക ദൈവികമാണ്. അവിടുന്ന് അത് ചെയ്യും. അവിടുന്ന് നമ്മെ കൈവിടാത്തൊരു ദൈവമാണ്. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ തനിച്ച് പറഞ്ഞയക്കാത്തൊരു ദൈവമാണ്. കൂടെ നിൽക്കുന്ന ഒരു ദൈവം. കുരിശിൽ നിന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മയൊക്കെ ഈശോ മനസ്സിൽ കണ്ടിട്ടുണ്ടാകാം. നമുക്ക് വേണ്ടി ഈശോ ദാഹിച്ചിട്ടുണ്ടാകാം. നാം അടുത്തേക്ക് ഓടിച്ചെല്ലാൻ വേണ്ടി ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, കൊതിച്ചിട്ടുണ്ടാകാം. ചേർത്ത് പിടിക്കാനായിട്ട് ഈശോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഈശോയുടെ കരവലയത്തിനുള്ളിൽ ആയിരുന്നു കൊണ്ട് ശാന്തതയോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവഹിതം നിറവേറ്റുന്നവരായി നമ്മൾ മാറട്ടെ. അതിനിടയിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഏത് പ്രതികൂല സാഹചര്യത്തിലോ കൈവിടാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.